ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 3ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. യൂണിറ്റ് 5 ലെറ്റ്സ് മെഷർ. അപ്പോൾ ഇനി നമുക്ക് എടുക്കാനുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് 5ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ലെറ്റ്സ് മെഷർ എന്ന് പറയുന്ന യൂണിറ്റാണ്. അപ്പോൾ ഇതിന് മുന്നുള്ള എല്ലാ യൂണിറ്റും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. യൂണിറ്റ് 5 ലെറ്റ്സ് മെഷർ. അപ്പോൾ നമുക്ക് നോക്കി വെക്കാം. റോളിംഗ് മാർബിൾസ്. അലൻ ആൻഡ് ഫ്രണ്ട്സ് ആർ പ്ലേയിങ് എ ഗെയിം ഓഫ് റോളിംഗ് മാർബിൾസ്. അപ്പോൾ എന്താണ് ഈ മാർബിൾസ് ഇങ്ങനെ റോൾ ചെയ്തിട്ടുള്ള ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് അലനും അലൻ്റെ ഫ്രണ്ട്സും. അലൻ ആൻഡ് ഹിസ് ഫ്രണ്ട് മെഷർ ദ ഡിസ്റ്റൻസ് the marble rolled with their foot, and the measures were different. They solved this problem themselves. How do you think they did it? അപ്പോൾ എന്താണ് അവരവരെ ഫൂട്ട് വെച്ചിട്ടാണ് ആളുന്നത്. പക്ഷെ അതിൽ കുറച്ച് മിസ്റ്റേക്കൊക്കെ വന്നപ്പോൾ അവർ ആ പ്രോബ്ലം സോൾവ് ചെയ്യാണ്. ലെങ്ത് ഇൻ എ സ്കെയിൽ. അപ്പോൾ എന്താണ് അവരൊരു സ്കെയിൽ ഉപയോഗിച്ചിട്ടുണ്ടാവാം. ഓക്കെ, take out your scale and check what all things are marked on it. അപ്പോൾ എന്താണ് കൂട്ടുകാരെ സ്കെയിൽ എടുത്തിട്ട് അതിൽ എന്തൊക്കെ സാധനങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഷോർട്ട് ലൈൻസ് ഉണ്ട് അല്ലേ, ഷോർട്ട് ലൈൻസ്. പിന്നെ എന്താ ഉള്ളത്? ഷോർട്ട് ലൈൻസ് മാത്രമാണുള്ളത്. ലോങ് ലൈൻസ് ഉണ്ട്. അതുപോലെ അപ്പോൾ ഇവിടെ എഴുതി കൊടുക്കണേ, ലോങ് ലൈൻസ് ഉണ്ട്. ഇനി അതുപോലെ എന്തൊക്കെ ഉണ്ട്? നമ്പേഴ്സ് ഉണ്ട്. സ്കെയിലിൻ്റെ ഒരു പേരുണ്ടാവുക അല്ലേ, സ്കെയിലിൻ്റെ ഒരു കമ്പനി സ്കെയിൽ നെയിം ഉണ്ടാവും. ദെൻ എന്താ, ഇഞ്ചസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എക്സെട്ര, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ സ്കെയിലിൽ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് ലോങ് ലൈൻസ് ഈസ് 1 സെൻറ്റിമീറ്റർ. അപ്പോൾ എന്തിനെയാണ് 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്? ഈ ലോങ് ലൈൻസിലെ ഈ 5ലും 6ലും കാണുന്ന ഈ ലോങ് ലൈൻസ് തമ്മിൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 1 സെൻറ്റിമീറ്റർ. അതായത് ഇപ്പോൾ 9 to 10 എന്ത് 1 സെൻറ്റിമീറ്റർ. 0 മുതൽ 1 വരെ 1 സെൻറ്റിമീറ്റർ. 2 ലോങ് ലൈൻസിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ പറയുന്നതാണ് 1 സെൻറ്റിമീറ്റർ എന്ന്. ഓക്കെ, ഇനി എന്താ മെഷറിങ് ലെങ്ത് മെഷർ ചെയ്യാണ്. ലെങ്ത് ഓഫ് പെൻ. അപ്പോൾ ഇതിൽ പെന്നിൻ്റെ ലെങ്ത് എത്രയാണ്? പെന്ന് 0 മുതൽ വെച്ച് തുടങ്ങി ദെൻ എവിടെ വരെയാണ് അവസാനിക്കുന്നത്? ഇതിൻ്റെ അടിയിൽ നോക്കി നോക്കാം. അടിയിൽ നോക്കി ഏതാണ്? 12 ആണ് വരുന്നത്. അപ്പോൾ ലെങ്ത് ഓഫ് എ പെൻ എന്ന് പറഞ്ഞാൽ 12 സെൻറ്റിമീറ്റർ ആണ്. ഈ അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് പെൻസിൽ എത്രയാണ്? ഇത് 7ലാണ് നിൽക്കുന്നത്, 0ലാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ എത്രയാണ്? 7 സെൻറ്റിമീറ്റർ. ഇനി എന്താ? ഇനി ലെങ്ത് ഓഫ് എ ഇറേസർ ആണ് നോക്കുന്നത്. അപ്പോൾ ഇറേസർ കൂട്ടുകാർ നോക്കി നോക്കാം. 0ത്തിൽ നിന്നല്ല തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 5 എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. 2ൽ നിന്ന് 3 വരെ 1 സെൻറ്റിമീറ്റർ, പിന്നെ 3ൽ നിന്ന് 4 വരെ 1 സെൻറ്റിമീറ്റർ, ദെൻ 4ൽ നിന്ന് 5 വരെ 1 സെൻറ്റിമീറ്റർ. അപ്പോൾ 1 + 1 + 1 എത്രയാണ് കൂട്ടുകാരെ? 3 സെൻറ്റിമീറ്റർ. അപ്പോൾ ലെങ്ത് ഓഫ് ദ ഇറേസർ എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ ആണ്. ഇനി എന്താ? ലുക്ക് അറ്റ് ദ ലോങ്ങർ മാർക്സ് ബിലോ ദ സെൻറ്റിമീറ്റർ മാർക്ക്. ഈച്ച് ഓഫ് ദീസ് ലോങ്ങർ ലെങ്ത് ഈസ് കോൾഡ് ആൻ ഇഞ്ച്. എന്താണ്? ലുക്ക് അറ്റ് ദ ലോങ്ങർ മാർക്സ് ബിലോ ദ സെൻറ്റിമീറ്റർ മാർക്സ്. അപ്പോൾ എന്താ? ഈ സെൻറ്റിമീറ്റർ മാർക്സിൻ്റെ അടിയിലായിട്ട് കുറച്ച് ലോങ്ങർ മാർക്സ് തന്നിട്ടുണ്ട്. അവയെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഇഞ്ച്. എന്താണ്? ഇഞ്ച്. വി ക്യാൻ ഷോർട്ട്ലി റൈറ്റ് സെൻറ്റിമീറ്റർ ഇൻസ്റ്റെഡ് ഓഫ് സെൻറ്റിമീറ്റർ. അപ്പോൾ എന്താണ്? ഈ സെൻറ്റിമീറ്റർ എന്ന് എഴുതുന്നതിന് പകരം നമുക്ക് സിമ്പിളായിട്ട് CM എന്ന് എഴുതാം. ഈ CM എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ CM എന്ന് പറഞ്ഞാൽ സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ 10 സെൻറ്റിമീറ്റർ എന്ന് ഫുൾ എഴുതണ്ട. 10 cm, 1 cm, 2 cm എന്ന് എഴുതിയാൽ മതി. CM എന്ന് പറഞ്ഞാൽ സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഇനി അടുത്തത് എന്താ? ലുക്ക് അറ്റ് ദ പാർട്സ് ഓഫ് മാർബിൾസ് അലൻ ആൻഡ് ഹസ് ഫ്രണ്ട്സ് റോൾഡ്. വിച്ച് ലൈൻ ഇസ് ദ ലോങ്ങസ്റ്റ്. അപ്പോൾ എന്താണ്? അലനും അലൻ്റെ ഫ്രണ്ട്സും കൂടിയിട്ട് ഇതാക്കിയിട്ടുള്ള ലൈൻസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏതാ? വിച്ച് ലൈൻ ഇസ് ദ ലോങ്ങസ്റ്റ്. അപ്പോൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ്? ഇതാണ് ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള എന്ത് ലൈൻ അല്ലേ.
ഇനി എന്താ മെഷർ ഈച്ച് ലെങ്ത് ആൻഡ് റൈറ്റ് ഇറ്റ് ഓൺ ദ ലൈൻ. അപ്പോൾ എന്ത് ചെയ്യണം കൂട്ടുകാർ, ഈ ലെങ്ത്തൊക്കെ മെഷർ ചെയ്തിട്ട് അത് എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് വെച്ചാൽ ഇവിടെ 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 എഴുതി കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തത് എന്താ പെൻസിൽ ലെങ്ത്. ലുക്ക് അറ്റ് ദ പിക്ചർ അലൻ മെയ്ഡ് വിത്ത് പെൻസിൽ. വിച്ച് ഓഫ് ദീസ് വുഡ് ഫിറ്റ് ഇൻസൈഡ് ദ ബോക്സ് ബിലോ, ടിക്ക് ദം. അപ്പോൾ എന്താണ് അലന് പെൻസിൽ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേതാണ് ഈ ബോക്സിൽ ഫിറ്റ് ആവുക, ഇതിലേത് പെൻസിലാണ് ഈ ബോക്സിനേക്കാൾ ചെറിയ എല്ലാ പെൻസിലും എന്ത് ചെയ്യും ഇതിൽ ഫിറ്റ് ആവും. ഓക്കെ, ഇനി അടുത്തത് എന്താ മേക്കിംഗ് ഫിഗേഴ്സ്. Are some of your earcle bit of the same length? Write their length and the number in the table. അപ്പോൾ എന്ത് ചെയ്യണം, അതിൽ സെയിം നമ്പേഴ്സ് ഉള്ള സെയിം മെഷർമെൻ്റ് ഉള്ള, അതായത് നമ്മളിത് മെഷർ ചെയ്തിട്ടാണ് ഈ ബോക്സിൽ കൊള്ളുമോ ഇല്ലേ നോക്കുക. അപ്പോൾ ഇതിലെന്താ സെയിം മെഷർമെൻറ്റ് വരുന്നത് ഉണ്ടാവും. അതായത് അത് എത്രയെന്ന് വെച്ചാൽ ഇവിടെ എഴുതുക, അതിൻ്റെ നമ്പേഴ്സ് ഇവിടെ എഴുതുക. ഇപ്പോൾ നമുക്ക് നോക്കാം, അതിൽ 5 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ഈർക്കിളുണ്ടെങ്കിൽ എന്ത് ചെയ്യണം. അപ്പോൾ ഇത് പെൻസിലിനെ കുറിച്ചിട്ടല്ല, ഇവിടെ ഒരു മേലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഡോണ്ട് യു ലൈക്ക് ദ പെൻസിൽ ഹൗസ്, ട്രൈ ടു മേക്ക് പിക്ചർ യു ലൈക്ക് വിത്ത് ഈർക്കിൾ ബിറ്റ്, കട്ട് ടു കറക്റ്റ് ലെങ്ത്. അപ്പോൾ ഈ കറക്റ്റ് ലെങ്ത്തിൽ എന്താണ് ഈർക്കിൾ ബിറ്റ് ഇട്ടിട്ട് കട്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 5 സെൻറ്റിമീറ്ററിൻ്റെ ഒരെണ്ണം കിട്ടും, 8 സെൻറ്റിമീറ്ററിൻ്റെ 2 എണ്ണം കിട്ടും, 10 സെൻറ്റിമീറ്ററിൻ്റെ 3 എണ്ണം കിട്ടും, 50 സെൻറ്റിമീറ്ററിൻ്റെ 4 എണ്ണം കിട്ടും. അപ്പോൾ ഇത് കിട്ടുന്നുണ്ടോ നോക്കി നോക്കുക. ഇനി എന്താ എൻഡ് ടു എൻഡ്. കട്ട് ഔട്ട് ഈർക്കിൾ ബിറ്റ് ഓഫ് ലെങ്ത് 10, 11, 12, 30, 40, 50 centimeters. If they are joined end to end, what would be the total length? അപ്പോൾ എന്താണ്, ഇപ്പം നമ്മൾ ഈർക്കിൾ ബിറ്റ് 10, 11, 12, 13, 14, 15 ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, കട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലെങ്ത് എത്രയാണ്? അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, 10 + 11 + 12 + 13 + 14 + 15 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ നമുക്കിവിടെ ചെയ്ത് നോക്കാം. 10 + 11 + 12 + 13 + 14 + 15 ഇതൊക്കെ കൂടിയിട്ട് എന്ത് ചെയ്യുക, പ്ലസ് ചെയ്യുക. പ്ലസ് ചെയ്ത് നമുക്ക് എന്താ കിട്ടുക, 5ഉം 4ഉം 9, 9ഉം 1ഉം 10, 10ഉം 3ഉം 13, 13ഉം 2ഉം 15, 15ഉം ബാക്കി 1, 1, 2, 3, 4, 5, 6, 7. അപ്പോൾ എത്രയാണ്, അപ്പോൾ ഈ ഈർക്കിൾസൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ലെങ്ത് എടുത്താൽ 75 കിട്ടും. ഇവിടെ സെൻറ്റിമീറ്റർ ആണ്, അപ്പോൾ ഇവിടെ സെൻറ്റിമീറ്റർ എഴുതാൻ മറക്കരുത്. വിച്ച് പെയേഴ്സ് മേക്ക് അപ്പ് 25 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിൽ ഏത് പെയേഴ്സാണ് നമുക്ക് 25 സെൻറ്റിമീറ്റർ കിട്ടുക? ഏതാണ്, 11ഉം അതുപോലെ 14ഉം കൂടി കൂട്ടിയാലാണ് നമുക്ക് എത്ര കിട്ടുക, 25 കിട്ടുക. 4ഉം 1ഉം 5, 1ഉം 1ഉം 2. അപ്പോൾ ഏത് പെയറാണ്, 14 + 14 ആണ്. ഓക്കെ, ഇനി എന്താ മെഷർ ആൻഡ് നോട്ട്. വിച്ച് ആർ ദ തിങ്സ് ഓഫ് ഈക്വൽ ലെങ്ത് ഇൻ മൈ ഹോം. അപ്പോൾ എന്താണ്, അപ്പോൾ അത് കൂട്ടുകാർക്കുള്ള ഒരു ആക്ടിവിറ്റിയാണ്. കൂട്ടുകാരുടെ വീട്ടിലെന്താ ഈക്വൽ ലെങ്ത് ഉള്ള സാധനങ്ങൾ, മെഷർ ദ ലെങ്ത് ഓഫ് വേരിയസ് തിങ്സ് ഇൻ യുവർ ഹോം ആൻഡ് ടാബുലേറ്റ് ദം. അപ്പോൾ എന്താ കൂട്ടുകാരുടെ വീട്ടിലിപ്പോൾ എന്തെങ്കിലും ബോക്സ്, അതുപോലെ കുറേ സാധനങ്ങൾ ഉണ്ടാവും. ടേബിൾ ഉണ്ടാവാം, ബുക്ക് ഉണ്ടാവാം, അതുപോലെ ഇറേസർ, അങ്ങനെ എന്ത് സാധനം വേണമെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ അതിൻ്റെ കൂട്ടുകാരുടെ ഒരു ഗസ്, അളവൊന്നും നോക്കാണ്ട് കൂട്ടുകാരുടെ ഒരു ഊഹം ഇവിടെ എഴുതുക. ദെൻ അത് അളന്ന് നോക്കി, സ്കെയിൽ ഉപയോഗിച്ച് അളന്ന് നോക്കി അതിൻ്റെ ആക്ച്വൽ ലെങ്ത്ത് ഇവിടെ എഴുതുക. വിച്ച് ആർ ദ തിങ്സ് ഓഫ് ദ സെയിം ലെങ്ത്ത്. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യണം, സെയിം ലെങ്ത്ത് വരുന്നത്
ഓക്കെ, സെയിം ലെങ്ത്ത് വരുന്നത് ഏതാണെന്ന് വെച്ചാൽ അത് ഈ ബോക്സിൽ എഴുതി കൊടുക്കുക. അപ്പോൾ അത് കൂട്ടുകാർക്കുള്ള ഒരു ആക്ടിവിറ്റിയാണ്, കൂട്ടുകാർ ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി എന്താ ലോങ് സ്കെയിൽ. It was difficult to measure the length of mom's saree with this scale, isn't it? Because the scale is short. How about helping Ellen? അപ്പോൾ എന്താണ് ഒരു മോമിൻ്റെ സാരി ഈ സ്കെയിൽ വെച്ചിട്ട് അളന്ന് നോക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇതിന് എന്ത് ചെയ്യാം? നമുക്കൊരു ടേപ്പ് യൂസ് ചെയ്തിട്ട്, മെഷറിങ് ടേപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് അളന്ന് നോക്കാം അല്ലേ. നമ്മൾ ടൈലേഴ്സിൻ്റെ അടുത്തൊക്കെ കണ്ടിട്ടുണ്ട്. ആ ടാപ്പ് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനത്തെ സാരിയൊക്കെ അളക്കാം. ടീച്ചർ ഹാസ് ഗിവൻ യു സം പേപ്പർ സ്ട്രിപ്പ്, ഈസൻറ്റ് ഷീ? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ പീസ് യു ഗോട്ട്? അപ്പോൾ എന്താണ്, പിന്നെ കൂട്ടുകാർക്ക് ടീച്ചർ കുറച്ച് പേപ്പർ സ്ട്രിപ്പ് തരും. അപ്പോൾ ആ പേപ്പർ സ്ട്രിപ്പ് കണ്ടിട്ട് കൂട്ടുകാരുടെ ഊഹം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എഴുതാം, മൈ ഗസിൻ്റെ അവിടെ. then അത് മെഷർ ചെയ്തിട്ടുള്ള ലെങ്ത് എവിടെയെന്ന് വെച്ചാൽ ഇവിടെ എഴുതാം. മേക്ക് ഗ്രൂപ്പ് ഓഫ് 5 ഈച്ച് ഹാവിങ് സ്ട്രിപ്സ് ഓഫ് ഡിഫറെൻറ്റ് ലെങ്ത്. ടാബുലേറ്റ് ദ ലെങ്ത് ഓഫ് യുവർ സ്ട്രിപ്സ്. എന്നിട്ട് എന്ത് ചെയ്യും, കൂട്ടുകാർക്ക് കുറേ സ്ട്രിപ്സ് തരും. ഈ പ്ലാസ്റ്റിക് സ്ട്രിപ്പും പേപ്പർ സ്ട്രിപ്പും അങ്ങനെ ഒരുപാട് സ്ട്രിപ്പ് തരും. അപ്പോൾ അതിൻ്റെ 1, 2, 3, 4, 5 എന്ന് എഴുതിയിട്ട് അതിൻ്റെ നെയിം ഇവിടെ എഴുതുക. എന്ത് സ്ട്രിപ്പാണെന്ന് വെച്ചാൽ അത് എഴുതുക. ദെൻ കൂട്ടുകാരുടെ ഊഹം ഇവിടെ എഴുതുക. ദെൻ അതിൻ്റെ ആക്ച്വൽ ലെങ്ത്ത് ഇവിടെ എഴുതുക. ഓക്കെ, അപ്പോൾ അത് കൂട്ടുകാർ ചെയ്ത് നോക്കുക. ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ, ഇനി എന്താ, വാട്ട് വുഡ് ബി ദ ടോട്ടൽ ലെങ്ത് ഓഫ് ഓൾ 5 പേപ്പർ സ്ട്രിപ്സ് വർ ജോയിൻ എൻഡ് ടു എൻഡ്. പിന്നെ അത് ജോയിൻ ചെയ്തിട്ടുള്ള ലെങ്ത് ഇവിടെ എഴുതുക, ഗസ് ഇവിടെ എഴുതുക, ദ ലെങ്ത് ഇവിടെ എഴുതുക. ഡിഡിൻ ഓൾ ഗ്രൂപ്പ്സ് ഗെറ്റ് 100 centimeters? 100 centimeter ഈസ് 1 meter. അപ്പോൾ എന്താണ്, നമുക്ക് ആ പേപ്പർ സ്ട്രിപ്പൊക്കെ കൂടി വെച്ച് നമുക്ക് 100 centimeters ആണ് കിട്ടുക. അങ്ങനെയാണ് ടീച്ചർ നമുക്ക് തരിക. അപ്പോൾ എന്താണ് 100 centimeter എന്ന് പറയുന്നത് എന്താണ് കൂട്ടുകാരെ? 1 meter ആണ്. 1 meterനെയാണ് നമ്മൾ 100 centimeter എന്ന് പറയുന്നത്. 100 centimeterനെയാണ് നമ്മൾ 1 meter എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കൂട്ടുകാർ പഠിച്ച് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ലെങ്ത് ഓഫ് ക്ലാസ് റൂം. വാട്ട് is the length of your classroom? Teacher has shown you the meter scale and the 30 centimeter scale, hasn't she? ഗസ് ലെങ്ത്. അപ്പോൾ എന്താണ് അപ്പോൾ കൂട്ടുകാർക്ക് ടീച്ചർ എന്ത് ചെയ്യും, മീറ്റർ സ്കെയിൽ കാണിച്ചു തരും. അതുപോലെ തന്നെ സെൻറ്റിമീറ്റർ സ്കെയിലും 30 centimeter സ്കെയിലും കാണിച്ചു തരും. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് യുവർ ക്ലാസ് റൂം? ക്ലാസ് റൂമിൻ്റെ ലെങ്ത്ത് എത്രയെന്ന് വെച്ചാൽ കൂട്ടുകാരുടെ ഗസ് ഇവിടെ എഴുതുക, ശരിക്കുള്ള ലെങ്ത്ത് ഇവിടെ എഴുതുക. അപ്പോൾ ഇതൊക്കെ കൂട്ടുകാർ എന്ത് ചെയ്യണം, മെഷർ ചെയ്തിട്ട് എഴുതേണ്ട ആക്ടിവിറ്റീസാണ്. അപ്പോൾ അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് ആൻസർ പറഞ്ഞു തരാനും പറ്റില്ല. അതുകൊണ്ട് കൂട്ടുകാർ എന്ത് ചെയ്യണം, ടാപ്പും സ്കെയിലും യൂസ് ചെയ്ത് മെഷർ ചെയ്തിട്ട് കൂട്ടുകാരുടെ ക്ലാസ്സിൻ്റെ ലെങ്ത് ഒക്കെ വേണം എഴുതാനായിട്ട്. ആൻഡ് ദ ലെങ്ത് ഓഫ് ദ വരാന്ത. അപ്പോൾ വരാന്തയുടെ ഗസ് ഇവിടെ എഴുതുക, ആക്ച്വൽ ലെങ്ത് ഇവിടെ എഴുതുക. ഓക്കെ, ഇനി അടുത്തത് എന്താ, guess the length of bench, desk and blackboard in your classroom, then actually measure, check and write them down. അപ്പോൾ എന്താണ്, അതുപോലെ ബെഞ്ചിൻ്റെയും ഡെസ്കിൻ്റെയും ബ്ലാക്ക് ബോർഡിൻ്റെയും ഗസ് എഴുതുക. ദെൻ അത് കണക്ക് കൂട്ടിയിട്ട് കിട്ടിയ ആക്ച്വൽ ലെങ്ത്ത് അപ്പുറത്തും എഴുതുക. ഓക്കെ, സ്റ്റാൻഡ് ആൻഡ് ജമ്പ്. അപ്പോൾ ഇനി അടുത്തത് എന്താ കൂട്ടുകാരെ, സ്റ്റാൻഡ് ആൻഡ് ജമ്പാണ്. നോക്കി നോക്കാം. ലെറ്റ്സ് ഹാവ് എ ജമ്പിങ് കോൺടെസ്റ്റ് ഇവിടെ. അപ്പോൾ എന്താണ്, ഇന്നൊരു ജമ്പിങ് കോൺടെസ്റ്റ് ഉണ്ട്. ഈച്ച് മസ്റ്റ് സ്റ്റാൻഡ് ഓൺ എ ലൈൻ ആൻഡ് ജമ്പ് ഫോർവേഡ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ്, ഒരു ലൈന് വരയ്ക്കും, ആ ലൈനിൻ്റെ മേലെ നമ്മൾ നിന്നിട്ട് എന്ത് ചെയ്യണം, മുമ്പോട്ട് ചാടണം. റൈറ്റ് ദ നെയിം ആൻഡ് ഡിസ്റ്റൻസ് ഈ ജമ്പ്ഡ് ഇൻ ദ ഓർഡർ ഓഫ് പെർഫോമൻസ്. അപ്പോൾ എന്താണ്, ഓരോരുത്തരുടെ എന്താ പറയുക, ഓർഡർ അനുസരിച്ച് പേര് എഴുതുക. ദെൻ അവർ എത്ര ഡിസ്റ്റൻസ് ജമ്പ് ചെയ്തു എന്ന് വെച്ചാൽ അതും എഴുതുക. ഓക്കെ, വിച്ച് എമംഗ് യു ജമ്പഡ് മോർ ദാൻ 1 meter. അപ്പോൾ 1 മീറ്ററിനേക്കാൾ കൂടുതൽ ജമ്പ് ചെയ്തത് ആരാന്ന് വെച്ചാൽ അതും എഴുതുക. ഓക്കെ, അങ്ങനെയാണ് ഇത് എഴുതേണ്ടത്.
അപ്പോൾ എന്താ നമുക്ക് ഇപ്പോൾ ഒരു ഊഹം പോലെ എഴുതി നോക്കാം. ഇതൊക്കെ ശരിക്കും ചെയ്തിട്ട് വേണം എഴുതാനായിട്ട്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 1 2 3 4 5 എന്ന് എഴുതിയിട്ട് നമുക്ക് ആരൊക്കെ പേര് എഴുതാം? രാജുവിൻ്റെ എഴുതാം. രാജു നമുക്ക് 45 സെൻറ്റിമീറ്റർ എന്ന് കൊടുക്കാം. അതുപോലെ രവി എത്ര? ഒരു 59 സെൻറ്റിമീറ്റർ കൊടുക്കാം. ദെൻ രേഖയാണ്. രേഖ 70 സെൻറ്റിമീറ്റർ. ഇതെല്ലാം ജസ്റ്റ് ഒരു ഊഹമാണ് കൂട്ടുകാർ, ഇത് ചെയ്ത് നോക്കണം. വിമല 80 സെൻറ്റിമീറ്റർ. രാമു 100 centimeter. Which among you jumped more than 1 centimeter? ഇവിടെ രാമു ആണ് ഏറ്റവും കൂടുതൽ, അതായത് 100 centimeter. മോർ ദാൻ 100 centimeter എന്ന് പറഞ്ഞാൽ 100ഉം പറ്റും. അപ്പോൾ ആരാണ്? രാമു. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഗസ്സാണ്. അപ്പോൾ ഇത് കൂട്ടുകാർ ക്ലാസ്സിൽ ചെയ്തിട്ട് വേണം ഇതിൻ്റെയൊക്കെ ആൻസർ എഴുതാനായിട്ട്. ഗിഫ്റ്റ് ഐ ഗോട്ട്. There are a gift for each of you. To find this out, complete the pattern. അപ്പോൾ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. 250, 275, 300. അപ്പോൾ എന്താണ്? ജോയിൻ ദ നമ്പേഴ്സ് ബിലോ ഇൻ ദ പാറ്റേൺ ഇൻ ദ ഓർഡർ ഓഫ് പാറ്റേൺ. അപ്പോൾ 250 തുടങ്ങിയിട്ട് പിന്നെ എങ്ങനെയാ പോകേണ്ടത്? 275 പോകണം. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ 275 പോയി. ദെൻ അവിടുന്ന് എത്രയാണ്? 300 പിന്നെ എത്ര? ഇവിടെ 250 കഴിഞ്ഞപ്പോൾ 275 പിന്നെ 300. ഇവിടെ എത്ര വെച്ചിട്ടാണ് കൂടുന്നത്? 25 വെച്ചിട്ടാണ്. അപ്പോൾ 300 കഴിഞ്ഞാൽ അടുത്തത് 325 വരും. 325 കഴിഞ്ഞാൽ 350 വരും. അപ്പോൾ എത്രയാണ്? 300 കഴിഞ്ഞാൽ 325, 325 കഴിഞ്ഞാൽ 350. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ഗിവൻ ലൈൻ? അപ്പോൾ എന്താ ഈ തന്നിരിക്കുന്ന ലൈൻ്റെ ലെങ്ത് എത്രയാണ്? അപ്പോൾ കൂട്ടുകാരെ ഇവിടെ എഴുതാ, മെഷർ ചെയ്തിട്ടുള്ളത് ഇവിടെ എഴുതാ. ആർ ഓൾ ദ ലൈൻസ് യു ഹാവ് ഡ്രോൺ ദ സെയിം ലെങ്ത്? എന്താണ് ഇതിൻ്റെ ഒക്കെ ലെങ്ത് സെയിം ആണെന്നാണ് ചോദിക്കുന്നത്. ആണെങ്കിൽ യെസ് എന്ന് എഴുതുക, അല്ലെങ്കിൽ നോ എന്ന് എഴുതുക. അപ്പോൾ ഇതെന്താ മെഷർ ചെയ്ത് നമുക്ക് കിട്ടും സെയിം ലെങ്ത് ആണോ അല്ലയോ എന്നുള്ളത്. ഓക്കെ. കളർ ദ പിക്ചർ. വാട്ട് ഈസ് ദ ഗിഫ്റ്റ് യു ഗോട്ട്? അപ്പോൾ എന്താണ് ഈ പിക്ചർ കളർ ചെയ്യുക? നമുക്ക് എന്ത് ഗിഫ്റ്റാണ് അപ്പോൾ ഇതിൽ നിന്ന് കിട്ടിയത്? ഇതെന്താണ് കൂട്ടുകാരി? ഒരു സ്റ്റാറാണ്. അപ്പോൾ സ്റ്റാറാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ. ഇനി അടുത്തത് എന്താ? വാട്ട് ഈസ് ദ ഹൈറ്റ്? ഹൈറ്റ് ആണ്. ലുക്ക് അറ്റ് ദ പിക്ചർ ഓഫ് ദ വിന്നേഴ്സ് ഓഫ് ദ ജമ്പിങ് കോൺടെസ്റ്റ്. ആർ ഓൾ ദ സെയിം ഹൈറ്റ്? അപ്പോൾ എന്താണ് ജമ്പിങ് കോൺടെസ്റ്റിൽ കിട്ടിയിട്ടുള്ള വിന്നേഴ്സിനെയാണ് ഇവിടെ പിക്ചറിൽ തന്നിരിക്കുന്നത്. ആർ ഓൾ അറ്റ് ദ സെയിം ഹൈറ്റ്? എല്ലാവരും സെയിം ഹൈറ്റ് ആണോ? അല്ല. നോ. ഹൂ ഈസ് ദ ഹയസ്റ്റ് പൊസിഷൻ? അപ്പോൾ ഇതിൽ ആർക്കാണ് ഹയസ്റ്റ് പൊസിഷൻ? 1നാണ് ഹയസ്റ്റ് പൊസിഷൻ. ഓക്കെ. ടു ദ ബ്ലാക്ക് ബോർഡ്, കംപ്ലീറ്റ് ദ ടേബിൾ. ഹൈറ്റ് ഗസ് ഓൺ മെഷർ. ടു ദ ബ്ലാക്ക് ബോർഡ്, ടു ദ സ്വിച്ച് ബോർഡ്, ടു ദ വിൻഡോ സീൽ, ഓഫ് ദ ഡോർ, ഓഫ് ദ ടേബിൾ. അപ്പോൾ എന്താണ് കൂട്ടുകാരെ? ബ്ലാക്ക് ബോർഡിൻ്റെ അവിടേക്ക് എത്ര ഉണ്ട്? സ്വിച്ച് ബോർഡിൻ്റെ അവിടേക്ക് എത്ര ഉണ്ട്? വിൻഡോ സീലിൻ്റെ അവിടേക്ക് എത്ര ഉണ്ട്? ഡോറിൻ്റെ അവിടേക്ക് എത്ര ഉണ്ട്? ടേബിളിൻ്റെ അവിടേക്ക് എത്ര ഉണ്ടെന്നുള്ള ഗസ് ഇവിടെ എഴുതുക. ദെൻ മെഷർ ചെയ്തിട്ടുള്ള വാല്യൂ ഇവിടെ എഴുതുക. വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് യുവർ ക്ലാസ് റൂം? ഹൗ ഡു വി മെഷർ ഇറ്റ്? അപ്പോൾ കൂട്ടുകാരുടെ ക്ലാസ് റൂമിൻ്റെ ഹൈറ്റ് എന്താണ്? അതിൻ്റെ ഗസ് എഴുതുക. മെഷറിങ് എത്ര കിട്ടിയെന്ന് എഴുതുക. ദെൻ മൈ ഹൈറ്റ്, കൂട്ടുകാരുടെ ഹൈറ്റ് നോക്കിയിട്ട് എത്രയെന്ന് വെച്ചാൽ അത് ഇവിടെ എഴുതി കൊടുക്കുക. ഓക്കെ. Which object you measure are more than 1 meter height? Write them in meters and centimeters in the table below. അപ്പോൾ എന്ത് ചെയ്യണം? ഏത് ഒബ്ജക്റ്റാണ് 1 മീറ്ററിനേക്കാൾ കൂടുതലെന്ന് വെച്ചാൽ അത് എഴുതുക. അതിൻ്റെ സെൻറ്റിമീറ്ററും മീറ്റേഴ്സ് ആൻഡ് സെൻറ്റിമീറ്റേഴ്സും എഴുതുക. Then measure around. How thick is the pillar? Measure it like this. അപ്പോൾ എന്താണ് ഈ തൂണ് മെഷർ ചെയ്തിട്ട് എഴുതാനാണ്. വാട്ട് എൽസ് ക്യാൻ ബി മെഷേർഡ് അറൗണ്ട് ദ വാട്ടർ ബോട്ടിൽ, അറൗണ്ട് ദ ടോപ്പ് ഓഫ് ദ ടേബിൾ, അറൗണ്ട് ദ ആർം. അപ്പോൾ ഇതൊക്കെ മെഷർ ചെയ്തിട്ടുള്ള ഇത് എത്രയെന്ന് വെച്ചാൽ മെഷർമെൻറ്റ് എത്രയെന്ന് വെച്ചാൽ അവിടെ എഴുതുക. ഇനി എന്താ? ടോട്ടൽ ലെങ്ത്ത്.
Make a rectangle with equal bits. What is the total length of the equal bits used? എന്താണ് മേക്ക് എ റെക്റ്റാങ്കിൾ വിത്ത് ഈക്വൽ ബിറ്റ്സ്. ഈക്വൽ ബിറ്റ്സ് യൂസ് ചെയ്തിട്ട് ഒരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കുക. വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ഈക്വൽ ബിറ്റ്സ് ബി യൂസ്ഡ്. അപ്പോൾ ഈക്വൽ ബിറ്റ്സ് നമ്മൾ യൂസ് ചെയ്തതിൻ്റെ ടോട്ടൽ ലെങ്ത് എത്രയായിരിക്കും? അപ്പോൾ ആ എത്രയെന്ന് വെച്ചാൽ കൂട്ടുകാർ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇവിടെ എഴുതാം നമുക്കിപ്പോൾ. അപ്പോൾ അത് കൂട്ടുകാർ ഈർക്കിൾ വെച്ചിട്ട് കണ്ടുപിടിച്ചിട്ട് എഴുതേണ്ടതാണ്. അതിൻ്റെ ടോട്ടൽ ലെങ്ത് എത്രയെന്ന് വെച്ചാൽ ഇവിടെ എഴുതുക. ദെൻ മേക്ക് ട്രയാങ്കിൾസ് വിത്ത് ഈർക്കിൾ ബിറ്റ്. വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദ ഈർക്കിൾ ബിറ്റ് ബി യൂസ്ഡ്. അപ്പോൾ ഇതിൽ റെക്റ്റാങ്കിളാണ് ഉണ്ടാക്കേണ്ടത്. പിന്നെ ഇതിൽ ട്രയാങ്കിൾ ഉണ്ടാക്കുക. മേക്ക് എ റെക്റ്റാങ്കിൾ വിത്ത് ഈർക്കിൾ ബിറ്റ് ഓഫ് ദ സെയിം ലെങ്ത്. വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദ ഈർക്കിൾ ബിറ്റ് യൂസ്ഡ്. അപ്പോൾ ഇതെല്ലാം അത് കൂട്ടുകാർ ചെയ്ത് നോക്കിയിട്ട് എഴുതേണ്ടതാണ്. അപ്പോൾ അത് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഉത്തരം എഴുതുക. ഇനി എന്താ പ്ലേ ട്രെയിൻ. ഹൗ അബൌട്ട് പ്ലേയിങ് ട്രെയിൻ? Ellen and friends brought a blue ribbon and a red ribbon to play train. Each ribbon is 50 centimeter long. What is the total length of the ribbons? അപ്പോൾ എന്താ എലനും എലൻ്റെ ഫ്രണ്ട്സും കൂടിയിട്ട് എന്ത് ചെയ്തു? ഒരു ബ്ലൂ റിബണും ഒരു റെഡ് റിബണും മേടിച്ചു. ഒന്നിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 350 അങ്ങനെയാണെങ്കിൽ രണ്ടെണ്ണത്തിൻ്റെ ലെങ്ത്ത് 350 + 350 ആണ്. അപ്പോൾ നമുക്ക് ചെയ്താൽ എത്ര കിട്ടും? 350 + 350. 0 5 5 10 ബാക്കി 1 3 3 6 6 1 7. അപ്പോൾ എത്രയാണ് ടോട്ടൽ ലെങ്ത് ഓഫ് ദ റിബൺ എന്ന് പറയുന്നത്? 700 ആണ്. ഓക്കെ, ഇനി അടുത്തത് എന്താ? They tied together the ribbons to make a ring and the length was reduced by 20 centimeter. What is the length now? അപ്പോൾ എന്താ രണ്ടെണ്ണത്തിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 700 ആണ്. 700-ൽ നിന്ന് ഇപ്പോൾ എന്താ ഒരു 20 സെൻറ്റിമീറ്റർ റെഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞാൽ മൈനസ് ചെയ്തു. അപ്പോൾ 700 - 20. 700-ൽ നിന്ന് നമ്മൾ 20 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക? 700 - 20 = 680. അപ്പോൾ ഇപ്പോൾ റിബൺ ലെങ്ത് എന്ന് പറയുന്നത് 680 ആണ്. ഓക്കെ, ഇനി എന്താ? സിൻസ് ഓൾ ദം couldn't stand within the ring, they brought 6 meters each of blue and red ribbon. What is the total length of these pieces now? അപ്പോൾ എല്ലാവർക്കും കൂടി അതിൽ നിൽക്കാൻ പറ്റാത്ത കാരണം അവർ എന്ത് ചെയ്തു? 6 ബ്ലൂ റിബണും റെഡ് റിബണും എന്ത് ചെയ്തു? 6 മീറ്റേഴ്സും കൂടെ മേടിച്ചു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദീസ് പീസസ് now? ഇപ്പോൾ ഈ പീസസിൻ്റെ ടോട്ടൽ ലെങ്ത്ത് എത്രയാണ്? അപ്പോൾ എത്രയായിരിക്കും? 12 മീറ്റർ ആയിരിക്കും. 12 ആയിരിക്കും. വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ്? 12 സെൻറ്റിമീറ്റർ ആയിരിക്കും. ദ പ്രൈസ് ഓഫ് 1 മീറ്റർ ഓഫ് റിബൺ ഈസ് 10 rupees. സോ ഹൗ മച്ച് ഡിഡ് ദേ സ്പെൻഡ് ഫോർ റിബൺ? എത്രയായിരിക്കും? 720 rupees ഈ റിബണിന് വേണ്ടിയിട്ട് ഇവർ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് എന്താ? ഇവാലുവേഷൻ ആക്ടിവിറ്റീസ് ആണ്. ദ ലോങ്ങസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ? വിച്ച് ഈസ് ദ ലോങ്ങസ്റ്റ്? ഇതിൽ ലോങ്ങസ്റ്റ് ഏതാണ്? ഇതിൽ ലോങ്ങസ്റ്റ് കണ്ടാൽ മനസ്സിലാവും. സ്കെയിലാണ്. വാട്ട് ഈസ് ഇറ്റ്സ് ലെങ്ത്? അപ്പോൾ സ്കെയിലിൻ്റെ ലെങ്ത്ത് എത്രയാണ്? 50 centimeter. റൈറ്റ് ദ നെയിം ഓഫ് ദ ഒബ്ജെക്റ്റ് ആൻഡ് ദെയർ ലെങ്ത് ഇൻ ഓർഡർ. എന്താണ്? ഇവരുടെ ലെങ്ത്തും അതുപോലെ പേരും ഓർഡറിൽ എഴുതാൻ. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് സ്കെയിൽ എഴുതാം. സ്കെയിൽ എത്രയാണ്? 15 centimeter ആണ്. ദെൻ അത് കഴിഞ്ഞാൽ നമുക്ക് ഷാർപ്നർ എഴുതാം. ഷാർപ്നർ 3 centimeter. അത് കഴിഞ്ഞാൽ പെന്ന് എഴുതാം. പെന്ന് എത്രയാണ്? പെൻ 30 centimeter ആണ്. Write the names of the object and their length in ഓർഡറിലാണ് എഴുതേണ്ടത്. അപ്പോൾ ആദ്യം സ്കെയിൽ എഴുതി, പിന്നെ ഷാർപ്നർ എഴുതി, പിന്നെ പെൻ എഴുതി, പിന്നെ നമ്മൾ എന്താ എഴുതേണ്ട? ഓർഡറിൽ എഴുതുമ്പോൾ പിന്നെ ഇറേസർ ആണ്. ഇറേസർ എത്ര? 4 centimeter ആണ്. ദെൻ പെൻസിലാണ്. പെൻസിൽ എത്രയാണ് കൂട്ടുകാരെ? പെൻസിൽ 30 centimeter ആണ്. ഓക്കെ, ഇനി എന്താ?
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ലോങ്ങസ്റ്റ് ഡിസ്റ്റൻസ്? ഇതിൽ ലോങ്ങസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം എ ടു എഫ് ആണ് 1. ദെൻ അടുത്തത് ഫ്രം ബി ടു ജെ ആണ്. ബി ഇവിടെയാണ് കിടക്കുന്നത്, ജെ ഇവിടെയാണ്. ഫ്രം ജെ ടു എൻ ആണ്, അത് ചെറുതാണ്. ദെൻ ഇ ടു കെ ആണ്. അപ്പോൾ ഏറ്റവും ലോങ്ങസ്റ്റ് ഏതാണ്? ഫ്രം ബി ടു ജെ ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? Equal length. Cut out equal bits to make a rectangle of the same length of your textbook. Are the pieces of the length same? അപ്പോൾ അതെന്താണ്? ഒരു ഈർക്കിൾ കൂട്ടുകാരുടെ ബുക്കിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് ചെയ്യാനുള്ള ആക്ടിവിറ്റിയാണ്. അപ്പോൾ അത് കൂട്ടുകാർ ചെയ്ത് നോക്കുക. ലെങ്ത് ഓഫ് സാരി. ദ ലെങ്ത് ഓഫ് മോം സാരി ഈസ് 6 centimeter. ഫ്രം ദിസ് 70 centimeters were cut 6 meters ആണ്. അതിൽ നിന്ന് എന്ത് ചെയ്തു? 70 meters was cut out of a blouse. വാട്ട് ഈസ് ദ റിമൈനിങ് ലെങ്ത്? അപ്പോൾ 6 meters ആണ്. 6 meter നമുക്കറിയാം, 1 meter എന്ന് പറഞ്ഞാൽ 100 centimeter ആണ്. അങ്ങനെയാണെങ്കിൽ 6 meter എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 6 into 100 ആണ്. അതായത് 600 centimeter ആണ്. ഓക്കെ, ഈ 600 centimeterൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? 70 centimeter മൈനസ് ചെയ്തു. അപ്പോൾ 600ൽ നിന്ന് 70 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 530 കിട്ടും. അപ്പോൾ 530 ആണ്. വാട്ട് ഈസ് ദ റിമൈനിങ് ലെങ്ത്? റൈറ്റ് ഇൻ സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 530 centimeter ആണ്. നമ്മൾ മീറ്ററിൽ പറയുകയാണെങ്കിൽ 5 meterഉം 30 centimeterഉം. ഓക്കെ, അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസാണ് നമുക്ക് ഈ ലെസണിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.